കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണിത് എന്ന് പലരും പറയും. കേന്ദ്ര സർക്കാർ ആകാശത്തല്ലല്ലോ നാഷണൽ ഹൈവേ ഉണ്ടാക്കിയിട്ടുള്ളത്. നെബുക്കദ്നസർ എന്ന് പറയുന്ന ഭരണകർത്താവ് മുമ്പ് ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന പൂന്തോട്ടം, ആകാശത്ത് തൂങ്ങിക്കിടക്കുന്ന പൂന്തോട്ടം ഉണ്ടാക്കിയത് നമ്മൾ കേട്ടു. കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു ഹാങ്ങിങ് നാഷണൽ ഹൈവേ ആണ് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് അവകാശപ്പെടാമായിരുന്നു. പണമില്ലാത്തത് കൊണ്ടല്ലല്ലോ ദേശീയപാത നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ നടക്കാതെ പോയത്. സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധ്യമാകാതെ പോയതുകൊണ്ടാണ്. എന്നാൽ ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ അതിൽ നിന്ന് ഭിന്നമായി സ്ഥലം 2000 ഏക്കർ സ്ഥലം പൊന്നും വില കൊടുത്ത് ഏറ്റെടുത്ത് 6000 കോടി രൂപയാണ് അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ സ്ഥലവിലയിലേക്കായിട്ട് നൽകിയത്. വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ, അവിടെ പ്രളയം ഒരു നാടിനെ തന്നെ ഇല്ലാതാക്കി. ആ മനുഷ്യർക്ക് സർക്കാർ വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ ടൗൺഷിപ്പ് ലോകോത്തര മാതൃകയാണത്. ഇന്ത്യയിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു സർക്കാർ സംവിധാനത്തിൽ ഒരു ടൗൺഷിപ്പ് വന്നിട്ടുണ്ട്? സമ്പന്നരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന വില്ലകൾ പോലെ, വില്ല ടൗണുകൾ പോലെ അതിമനോഹരമായിട്ടുള്ള ഒരു പദ്ധതി 160 ഏക്കർ സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടി, ഗ്രൗണ്ട്, അതുപോലെ തന്നെ സ്കൂള്, അംഗനവാടി, മാവേലി സ്റ്റോർ, റേഷൻ ഷോപ്പുകൾ, മാർക്കറ്റ്, കമ്മ്യൂണിറ്റി ഹാള്, കളിസ്ഥലം, ഫുട്ബോൾ ഗ്രൗണ്ട്, ചെറിയ ചെറിയ പാർക്കുകൾ, 10 വീടുകൾക്ക് ഒരു ചെറിയ പാർക്ക് എന്നുള്ള രൂപത്തിൽ ഒരു ടൗൺഷിപ്പ് കേരളത്തിൽ സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചു. ഇന്ത്യയിൽ, ലോകത്ത് അതിന് സമാനമായിട്ടുള്ള ഒരു ടൗൺഷിപ്പ് കാണിച്ചു തരാൻ ആർക്കെങ്കിലും കഴിയും? കഴിഞ്ഞ പ്രാവശ്യം 99 സീറ്റായിരുന്നു. ഒരു സീറ്റിന്റെ കുറവിലാണ് സെഞ്ചുറി നഷ്ടപ്പെട്ടത്. ഈ പ്രാവശ്യം സെഞ്ചുറി അടിക്കും രണ്ടാം പിണറായി സർക്കാർ. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. മുൻ മന്ത്രിയും തവന്നൂർ MLA-യുമായ ഡോക്ടർ KT ജലീൽ, മുഖവുര ആവശ്യമില്ലാത്ത രാഷ്ട്രീയ നേതാവ്, തെരഞ്ഞെടുപ്പ് അംഗത്തിനിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് പങ്കുവയ്ക്കാനുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാട്, വികസന കാഴ്ചപ്പാട് തുടങ്ങാം. നമസ്കാരം. നമസ്കാരം. എന്താണ് തവന്നൂരിലെ പ്രധാനമായും തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്, ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഒരുപാട് വികസന പദ്ധതികൾ, വൻ വികസന പദ്ധതികൾ തവനൂരിൽ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു. കിഫ്ബി മുഖേനയാണ് ഈ വൻ പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. മലപ്പുറം ജില്ലയിലെ ഒരു ടൗണിന് കുറുകെയുള്ള ആദ്യ